ഹായ് ഹലോ, നമുക്ക് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിൽ കുറച്ചധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യണത് എന്നൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. The price of 3 pens and 2 pencils is 40 rupees. The price of 3 pens and 3 pencil is 45 rupees. The price of pencil is. ഇവിടെ നമുക്ക് ഇവിടെ പെൻസിലും പെന്നും ആണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ലെറ്റ് എക്സ് ബി ദി പ്രൈസ് ഓഫ് 1 പെന്ന്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെന്നിൻ്റെ പ്രൈസും വൈ എന്ന് പറയുന്നത് ഒരു പെൻസിലിൻ്റെ പ്രൈസും ആണെന്ന് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നിട്ടുണ്ട് 3 പെന്നും 2 പെൻസിലും കൂടി 40 രൂപക്കാണെന്ന്. നമുക്ക് എങ്ങനെ എഴുതാം? അത് ഇക്വേഷൻ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് 3 പെന്നാണ്, അപ്പോൾ 3x പ്ലസ് 2 പെൻസിൽ 2y ഈക്വൽ ടു 40 റുപ്പീസാണ്. ഒന്നാമത്തേന് ഇക്വേഷൻ 1 എന്ന് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് ദ പ്രൈസ് ഓഫ് 3 പെൻസ് ആൻഡ് 3 പെൻസിൽ 45. 3 പെന്നാണ്, 3x, 3 പെൻസിൽ 3y ഈക്വൽ ടു 45 റുപ്പീസാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പെൻസിലാണ് അല്ലേ? പെൻസിൽ നമുക്ക് സിമ്പിളാണ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് 3 പെന്നിനും 2 പെൻസിൽ. ഈ 2 ഇക്വേഷൻ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യാം? ഇത് നമുക്ക് ഒന്ന് കുറക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കാം. നമുക്ക് പെൻസിലല്ലേ കാണണ്ടേ? ഇതിൻ്റെ ഒരു ടേം രണ്ടും ഒരേപോലെ തന്നെയാണ്. പെന്ന് 2 ഇക്വേഷനിലാണെന്നുണ്ടെങ്കിൽ 3 തന്നെയാണ് വന്നിട്ടുള്ളത്. മാറ്റമുള്ളത് പെൻസിലിൻ്റെ അവിടെയാണ്. ഒന്നിൽ 2 പെൻസിലും മറ്റിൽ 3 പെൻസിലുമാണ്. നമ്മുടെ ചോദിച്ചത് ഒരു പെൻസിലിൻ്റെയാണ്. 3ന് 2 കുറച്ചാൽ 1 കിട്ടുമല്ലോ, അപ്പോൾ ഒരു പെൻസിലിൻ്റെ തുക കിട്ടുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷന് കുറക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3x-ന് 3x പോയാൽ 0, 3y-ന് 2y പോയാൽ ഒരു y ഈക്വൽ ടു 45-ന് 40 കുറച്ചാൽ 5, y ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ പ്രൈസാണ്, y ഈക്വൽ ടു 5 എന്ന് കിട്ടും സോൾവ് ചെയ്താൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് വായിക്കാം. 3 pens and 3 pencil cost 45 rupees. What is the cost of 5 pens and 5 pencil? ഇവിടെ തന്നിട്ടുള്ളത് 3 പെന്നാണ്. ആദ്യം തന്നെ എക്സ്പ്രസ് ചെയ്യുക. ലെറ്റ് എക്സ് ബി ദി പ്രൈസ് ഓഫ് 1 പെൻ ആൻഡ് വൈ ബി ദി പ്രൈസ് ഓഫ് 1 പെൻസിൽ എന്ന് എഴുതാം. എന്നിട്ട് 3 പെന്നിൻ്റെയും 3 പെൻസിലാണ് 45. അപ്പോൾ 3x പ്ലസ് 3y ഈക്വൽ ടു 45 റുപ്പീസാണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 5 പെന്നിൻ്റെയും 5 പെൻസിലിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം 3x ആണ്, 3 പെന്നുമാണ് 3 പെൻസിലുമാണ്. 3 രണ്ടെണ്ണത്തിലും കോമൺ ആണ്. അപ്പോൾ 3നെ ഔട്ട് സൈഡ് എടുക്കുക. എന്നിട്ട് എക്സ് പ്ലസ് വൈ ഒരു പെന്നിൻ്റെയും ഒരു പെൻസിലിൻ്റെയും പ്രൈസ് അത് 3 ടൈംസ് ചെയ്താൽ 45 കിട്ടും. അപ്പോൾ ഒരു പെന്നിനും ഒരു പെൻസിലിൻ്റെയും പ്രൈസ് എത്ര വരിക? 45 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള 3നെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. അപ്പോൾ ഒരു പെന്നിനും ഒരു പെൻസിലിനും കൂടി 15 കോസ്റ്റ് വരുന്നത്. 15 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 5 പെൻ ആൻഡ് 5 പെൻസിലാണ്. 5 പെന്നിനും 5 പെൻസിലിൻ്റെയും കോസ്റ്റാണ് കാണേണ്ടത്. കോസ്റ്റ് ഓഫ് 1 പെന്നും 1 പെൻസിലിനുമാണ് 15 റുപ്പീസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 5 പെന്നിന് എന്തായിരിക്കും? 5 ടൈംസ് കോസ്റ്റ് ഓഫ് 5 പെൻ ആൻഡ് 5 പെൻസിൽ എന്നാണ്. 5 ടൈംസ് എക്സ് പ്ലസ് വൈ ആയിരിക്കും. 5 ടൈംസ് അല്ലേ? അപ്പോൾ 15 ഇൻറ്റു 5 എത്രയാണ്? 15 ഇൻറ്റു 5 75. അപ്പോൾ 5 പെന്നിനും 5 പെൻസിലിനും കൂടി വരുന്ന കോസ്റ്റ് 75 റുപ്പീസ് ആയിരിക്കും. ഇനി പെന്നിൻ്റെയും പെൻസിലിൻ്റെയും സെപ്പറേറ്റ് കാണാനും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് അറിയാം 3 പെന്നിനും 3 പെൻസിലിനും 45 ആണ്. രണ്ടാമത്തെ